കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ആക്രമണ പ്രവണതയും മാരകമായ മയക്കുമരുന്ന് ഉപയോഗവും തടയുന്നത് സംബന്ധിച്ച് ആലോചിക്കുന്നതിനായി മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തു. സമൂഹത്തെ ഒന്നാകെ ഗൗരവമായി ബാധിക്കുന്ന വിഷയമാണിതെന്നും സാധാരണഗതിയിൽ സർക്കാർ സ്വീകരിക്കുന്ന നിയതമായ നടപടികൾ കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി കൈകാര്യം ചെയ്യുവാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ തലത്തിൽ ഒരു വർഷക്കാലയളവിൽ 55% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ ഇത്ര വലിയ തോതിലില്ല എന്ന് കാണാൻ പറ്റും. ഇവിടെ പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ മൂല്യം 10 കോടിക്ക് താഴെയാണ്. മയക്കുമരുന്നിൻ്റെ ഇവിടേക്കുള്ള വരവിൻ്റെ തോത് കുറവായത് തന്നെയാണ് ഇതിന് പിന്നിലുള്ള ഘടകം. ഇത് ഈ തരത്തിൽ നിൽക്കുന്നത് ഇവിടെ കർക്കശമായ നടപടികൾ ഉണ്ടാകുന്നുവെന്ന് മയക്കുമരുന്ന് ലോബിക്ക് അറിയാം എന്നതുകൊണ്ട് കൂടിയാണ്. കർക്കശ നടപടികളുടെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു തെളിവ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് കേരളത്തിലാണ്. സംസ്ഥാനത്തെ മയക്കുമരുന്ന് കേസുകളിൽ ശിക്ഷാ നിരക്ക് 98.19%. ദേശീയ ശരാശരി 78.1. അപ്പോൾ 20% വർധനവ് ദേശീയ ശരാശരിയുമായി താരതമ്യപ്പെടുത്തിയാൽ ശിക്ഷാ നിരക്കിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നമ്മുടെ അടുത്തുള്ള ചില സംസ്ഥാനങ്ങളെടുത്താൽ ഇപ്പോൾ തെലങ്കാന ശിക്ഷാ നിരക്ക് 25.6%. ആന്ധ്രാപ്രദേശിൽ 25.4%. അപ്പോൾ ഏതു തരത്തിൽ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായി കേരളം നിൽക്കുന്നുവെന്നാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. കുട്ടികളിലും യുവാക്കളിലും കണ്ടുവരുന്ന ഇപ്പോഴത്തെ പ്രവണതകൾക്ക് സാമൂഹിക, മാനസിക, വൈകാരിക തലങ്ങൾ കൂടിയുണ്ട്. ലഹരിയെ വേരോടെ അറുത്തുമാറ്റുന്നതിന് നിയമത്തിനൊപ്പം സാമൂഹികമായ ഇടപെടലുകൾ കൂടി ആവശ്യമാണ്. അത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആവണമെന്ന് കൂട്ടായ ചർച്ചയിലൂടെ ആലോചിച്ച് കണ്ടെത്താനാവണമെന്നും അതിനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വിദഗ്ധരുടെയും വിവിധ മേഖലകളിലുള്ളവരുടെയും യോഗത്തിലാണ് കുട്ടികളുടെ ലഹരി ഉപയോഗം ഗൗരവ ചർച്ചയ്ക്കെടുത്തത്. മനഃശാസ്ത്രജ്ഞർ, കലാപ്രവർത്തകർ, വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, അധ്യാപകർ, സാമൂഹിക പ്രവർത്തകർ, രക്ഷിതാക്കൾ തുടങ്ങി കുട്ടികളുമായി ഇടപെടുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിൽ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലായും നടക്കുന്നത്. അതോടൊപ്പം കുട്ടികളിൽ അക്രമവാസന വർദ്ധിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പരിശോധിച്ചാൽ ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പ്രതിഭാസമാണ് കുട്ടികളിലെ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. 2011 ലോകത്താകെ 24 കോടി ജനങ്ങളായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നതെങ്കിൽ 10 വർഷം കൊണ്ട് അത് 296 കോടിയായി വർദ്ധിച്ചു എന്നാണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1173% ലഹരി ഉപയോഗത്തിൽ ആഗോളതലത്തിൽ ഉണ്ടായ വർധനവ്. മയക്കുമരുന്നുകളുടെ ഉപയോഗവും വ്യാപനവും കടത്തും ലോകമാകെ നേരിടുന്ന പ്രശ്നമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന നിലപാടെടുത്ത് കയ്യും കെട്ടി നിഷ്ക്രിയരായി ആ പ്രശ്നത്തെ അവഗണിച്ചുകൊണ്ട് നോക്കിയിരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുട്ടികളെ നാശത്തിലേക്ക് തള്ളിവിടാതെ അവരുടെ അവസാനത്തെ ആളെ കൂടി രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ് ഒന്നിച്ച് ഏറ്റെടുക്കാനുള്ളത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയും നമ്മുടെ രാജ്യവും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ കണ്ണി അറുക്കണം. അത് വളരെ പ്രധാനമാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം അത് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല എന്നുള്ളത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി വിമാനങ്ങളിലൂടെ, കപ്പലുകളിലൂടെ മയക്കുമരുന്ന് വലിയ തോതിൽ എത്തുകയാണ്.
നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്ന് ലഹരിയെത്തുന്നത് തടയാൻ പൂർണ്ണമായും നമുക്ക് കഴിയും. അതിനുള്ള ഭരണ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.